ലൈഫ് ലെസൺ, ഒന്നാമത്തെ ജീവിത പാഠം എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും ചിന്തിച്ചതിൽ നമുക്ക് മനസ്സിലാക്കുന്നത്, ആൻ അപ്രൈറ്റ് ലൈഫ് ഡസൻറ്റ് പ്രൊട്ടക്ട് യു ഫ്രം പെയിൻ. നേരുള്ള ജീവിതം നമ്മെ വേദനയിൽ നിന്ന് സംരക്ഷിക്കുന്നില്ല. ആൻ അപ്രൈറ്റ് ലൈഫ് ഡസൻറ്റ് പ്രൊട്ടക്ട് യു ഫ്രം പെയിൻ. നമ്മളൊരു നേരുള്ള ജീവിതം നയിക്കുന്നതുകൊണ്ട് അത് നമ്മളെ വേദനയിൽ നിന്ന് സംരക്ഷിക്കും. ഒരു വേദനകളും വരാതെ ഈ ഭൂമിയിലെ ആയുസ്സിൽ ഒരു കഷ്ടവും സഹിക്കാതിരിപ്പാൻ നേരുള്ള ജീവിതം തുണയ്ക്കുമെന്ന് ഒരു തെറ്റിദ്ധാരണ നമുക്കുണ്ടാകാൻ പാടില്ല. അത് നമ്മുടെ ഒരു ലൈഫ് ലെസൺ ആണ് ഈ പുസ്തകം. അതാണ് നമ്മൾ വായിച്ചു വരുമ്പോൾ തുടക്കത്തിൽ തന്നെ യോബിന്റെ സാക്ഷ്യം നേരുള്ള സാക്ഷ്യം, അപ്രൈറ്റ് മാൻ ആയിരുന്നു, നേരുള്ളവനാണ് എന്ന് വെളിപ്പെടുത്തിയിട്ട് തുടർന്ന് ദൈവം ഈ വക കാര്യങ്ങൾ, ഈ തീവ്ര പരിശോധനകൾ, കഷ്ടതകൾ യോബിന്റെ ജീവിതത്തിൽ അനുവദിക്കുകയും അതിന്റെ ഒന്നാം ഘട്ടമാണ് നമ്മൾ 22-ാം വാക്യം വരെ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ല. അതെന്താ നമ്മൾ അങ്ങനെയുള്ള ജീവിത പാഠങ്ങൾ പഠിക്കുന്നതിന്റെ ഗുണം എന്തെന്ന് ചോദിച്ചാൽ, നമുക്ക് മറ്റുള്ളവരുടെ ജീവിതത്തെ ദോഷമായി വിധിക്കാതെയും നമ്മുടെ ജീവിതത്തെ തെറ്റിദ്ധരിച്ച് ദൈവത്തെ ബ്ലെയിം ചെയ്യാതെ, ദൈവത്തിന് കുറ്റം ആരോപിക്കാതെ ദൈവസന്നിധിയിൽ വളരെ താഴ്മയോടെ ജീവിപ്പാൻ ഈ ജീവിത പാഠങ്ങൾ നമ്മളെ സഹായിക്കും. അല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും തെറ്റായി ധരിച്ച്, തെറ്റായി വിധിച്ച്, തെറ്റായി പഠിപ്പിച്ച് ഒരു എന്താ പറയുക, ദൈവത്തിന് പ്രയോജനമില്ലാത്ത ഒരു തലമുറ എഴുന്നേൽക്കും. എന്നാൽ ദൈവത്തിന് പ്രയോജനമുള്ള, ദൈവത്തോട് എപ്പോഴും വിധേയപ്പെടുന്ന, വളരെ ദൈവത്തിന് ഫ്ലെക്സിബിൾ ആകുന്ന, ഈൽഡ് ചെയ്ത് കൊടുക്കുന്ന, അതായത് വഴങ്ങി കൊടുക്കുന്ന ഒരു തലമുറ ഉണ്ടാകണമെങ്കിൽ നാം ഈ തിരുവചനത്തിൽ നിന്ന് വേണ്ടുന്ന ജീവിത പാഠങ്ങൾ ഉൾക്കൊണ്ടേ മതിയാവും. An upright life doesn't protect you from pain. ഒരു നേരുള്ള ജീവിതം നയിച്ചുകൊണ്ട് നാം ആരും വേദനയിലൂടെ കടന്നു പോകത്തില്ല. എല്ലാ വേദനയിൽ തന്നെ സംരക്ഷിപ്പാൻ എന്റെ നേരുള്ള ജീവിതം മതിയായതാണ് എന്ന് തെറ്റിദ്ധാരണ ആർക്കും ഉണ്ടാകാൻ പാടില്ല. സ്വാഭാവികമായി നമ്മളത് ആഗ്രഹിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, യോബ് കടന്നു പോന്നു ഒരു ഡിസേർവ്ഡ് സഫറിങ്ങിലൂടെയല്ല, തനിക്ക് യോഗ്യമായ, താൻ അനുഭവിക്കുന്ന കഷ്ടതയിലൂടെയല്ല ദൈവം കടത്തിവിടുന്നത്. അൺഡിസേർവ്ഡ് സഫറിങ്. തനിക്കിത് തന്റെ ജീവിതം വെച്ച് നോക്കിയാൽ താൻ ഇങ്ങനെ ഒരു കഷ്ടതയിലൂടെ കടന്നു പോകേണ്ട കാര്യം ഇല്ല. നമ്മൾ പലപ്പോഴും പാടാറില്ലേ, നമ്മൾ പലപ്പോഴും പറയാറില്ലേ, എന്താ പറയണ്ടേ, കർത്താവേ നന്ദി പാടാറുണ്ട്, നന്ദി പറയാറുണ്ട്, ഞാൻ ഇതൊന്നും യോഗ്യനല്ല, ഞാൻ അൺഡിസേർവ്ഡ് ആണ്. നമ്മൾ എന്തിനാ പറയുന്നേ? ദൈവം തന്ന ആ നല്ല കാര്യങ്ങളെല്ലാം ഓർത്ത് നമ്മൾ പറയും, ഇതൊന്നും പ്രാപിപ്പാൻ ഞാൻ യോഗ്യനല്ല, അല്ലെങ്കിൽ ദൈവം എന്നെ ഇത്രയും ഓർക്കാൻ ഞാൻ എന്തുള്ളൂ. ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്താ പറയണ്ടേ, ആ നന്ദി ചൊല്ലാൻ എനിക്ക് പറഞ്ഞു തീർക്കാൻ കഴിയുന്നില്ല. അത്രമാത്രം എന്റെ യോഗ്യതകളെ നോക്കിയല്ല ദൈവം തന്റെ ദയാൽ എന്ന് നമ്മൾ പറയത്തില്ലേ. അപ്പൊ നമ്മൾ അൺഡിസേർവ്ഡ് ആണ് ദൈവത്തിന്റെ എല്ലാ ബ്ലെസ്സിങ്സിനെന്നും നമ്മൾ പറയാറുണ്ട്. അത് ജീവിതത്തിൽ ഒരു വശമാണെങ്കിൽ, ഇതാ ജീവിതത്തിന്റെ മറുവശം അൺഡിസേർവ്ഡ് ആയ, അല്ലെങ്കിൽ യോഗ്യമല്ലാത്ത, നമുക്ക് യോഗ്യമല്ലാത്ത ഉപകാരങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ നന്ദി പറയാറുണ്ട്, ദൈവത്തിന് മഹത്വം കൊടുക്കാറുണ്ട്, അതെ, ദൈവത്തെ കീർത്തിക്കാറുണ്ട്. എന്നാൽ ഇതാ യോബിന്റെ ജീവിതത്തിൽ അങ്ങനെ നമ്മുടെ വർഷിപ്പ് നടക്കാറുണ്ട്. നമ്മൾ ദൈവത്തിന്റെ സെൽവീണ് കിടന്ന് നന്ദി പറയാറുണ്ട്, മഹത്വം കൊടുക്കാറുണ്ട്, ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കാറുണ്ട്. നാം സഭായോഗങ്ങൾ കൂടി വരുമ്പോൾ അവന്റെ നാമത്തെ കീർത്തിക്കാറുണ്ട്. അവൻ നമുക്ക് തന്ന ആ രക്ഷയോർത്തും അതിനും നമ്മൾ അയോഗ്യരായിരുന്നു. രക്ഷിക്കപ്പെട്ടതിന് ശേഷം അവൻ നടത്തുന്ന വഴികൾ ഓർത്താലും എല്ലാം അവന്റെ ദയാലാന്ന് വ്യക്തമായി മനസ്സിലാക്കി നമ്മുടെ അയോഗ്യതകളെ തിരിച്ചറിഞ്ഞ് നാം ദൈവത്തിന് മഹത്വം കൊടുക്കും. എന്നാൽ അതോടൊപ്പം തന്നെ ഇതാ ഒരു പുതിയ പാഠം നമ്മൾ പഠിക്കുന്നു. നമ്മൾ അൺഡിസേർവ്ഡ് ആയിട്ട്, നമ്മള് ചെയ്ത ദുഷ്പ്രവർത്തിക്ക് തക്കവണ്ണം നാം അനുഭവിക്കുന്ന കഷ്ടതയല്ല, മറിച്ച് നമ്മളൊക്കെ എന്ത് കാരണമെന്ന് പോലും അറിയാത്ത രീതിയിൽ ദൈവം വേദനകളിലൂടെ, കഷ്ടങ്ങളിലൂടെ കടത്തിവിടുമ്പോഴും നമ്മൾ എന്തിനു വേണ്ടി കടപ്പെട്ടിരിക്കുന്നു? ദൈവത്തിന് വർഷിപ്പ് കൊടുപ്പാൻ, അവനെ ആരാധിപ്പാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ഇങ്ങോട്ട് ലഭിക്കുന്ന നന്മകൾ മാത്രം നോക്കിയല്ല ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്. കാര്യകാരണ സഹിതങ്ങൾ ദൈവം വെളിപ്പെടുത്തുമ്പോൾ മാത്രമല്ല, പിന്നെയോ ഒരെത്തും പിടിയുമില്ലാത്ത ജീവിത സാഹചര്യത്തിലൂടെ അപ്പാ അതിനൊക്കെ എന്ത് തെറ്റാ ഞാൻ ചെയ്തത്, എന്നോട് എന്തിനിങ്ങനെ എന്ന് ചോദിക്കുന്ന ജീവിത സാഹചര്യത്തിലും അവന്റെ സരിൽ കവുന്നു വീണുകൊണ്ട് അവനെ നമസ്കരിപ്പാൻ യോബിന് കഴിഞ്ഞു. തനിക്ക് നന്ദി
നന്നായിട്ട് അറിയാം, ദൈവത്തോടോ മനുഷ്യരോടോ താൻ ദോഷമായി പ്രവർത്തിച്ചിട്ടില്ല. തന്നാൽ ആവുന്ന വിധത്തിൽ ദൈവത്തെ പ്രസാദിപ്പിച്ച് നേരുള്ള ജീവിതം നയിക്കാൻ ശ്രമിച്ച മനുഷ്യന്റെ ജീവിതത്തിലെ പരീക്ഷയുടെ ഒന്നാം ഘട്ടം തന്റെ ജീവിതത്തിൽ വലിയ വേദനകളുടെ, നഷ്ടങ്ങളുടെ, കഷ്ടങ്ങളുടെ, വളരെ തീവ്രമായ ദുഃഖത്തിന്റെ അവസ്ഥയിൽ ഇതാ അൺഡിസേർവ്ഡ് സഫറിങ് ഒരു അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പിലേക്ക് നയിക്കപ്പെടും. അത് സാധാരണമായ ഒരു കാര്യമല്ല. അത് വളരെ പ്രയാസകരമാണ്, വേദനാജനകമാണ്. അപ്പൊ ഒന്നാമത്തെ കാര്യം നാം ജീവിത പാഠമായി ഈ ഭാഗത്തിൽ നിന്ന് ഉൾക്കൊള്ളുന്നു. An upright life doesn't protect us from pain. ഒരു നേരുള്ള ജീവിതം നയിച്ചുകൊണ്ട് സകല വേദനയിൽ നിന്നും അതെന്നെ ദൈവം സംരക്ഷിക്കും. എന്നെ അങ്ങനെ കടത്തിവിടത്തില്ല, എന്നെ ഇങ്ങനെ കടത്തിവിടത്തില്ല, എനിക്കത് എന്നുള്ള തെറ്റിദ്ധാരണ നമുക്കുണ്ടാകാൻ പാടില്ല. രണ്ടാമത്തെ കാര്യമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. രണ്ടാമത്തെ ജീവിത പാഠം, ഇറ്റ്സ് പോസിബിൾ ടു വർഷിപ്പ് ഗോഡ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് യുവർ പെയിൻ. നമ്മുടെ വേദനയുടെ മധ്യത്തിലും നമുക്ക് ദൈവത്തെ നമസ്കരിപ്പാൻ കഴിയും, ആരാധിപ്പാൻ കഴിയും. ഈ രണ്ട് ജീവിത പാഠങ്ങൾ ഈ ഒന്നാം അധ്യായം അവസാനിക്കുമ്പോൾ ആ ഒന്നാം അധ്യായത്തിൽ തന്നെ നമുക്ക് ജീവിതത്തിൽ അനുഭവസ്ഥമാക്കേണ്ട, ജീവിതത്തിൽ പകർത്തിയെടുക്കേണ്ട, ജീവിതത്തിൽ പൂർണ്ണമായും ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെക്കേണ്ട രണ്ട് പാഠങ്ങളിൽ രണ്ടാമത്തേത്, ഏതു വേദനയുടെ നടുവിലും നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ, വീണ് നമസ്കരിപ്പാൻ കഴിയത്തില്ല എന്ന് നാം പറഞ്ഞാൽ അവിടെ ദൈവം ആരെ എഴുന്നേൽപ്പിക്കും? യോബിനെ നമ്മുടെ മുമ്പിൽ കൊണ്ട് നിർത്തും, ദാവീദിനെ നമ്മുടെ മുമ്പിൽ കൊണ്ട് നിർത്തും, അബ്രഹാമിനെ നമ്മുടെ മുമ്പിൽ കൊണ്ട് നിർത്തും. അയ്യോ, അങ്ങ് പറഞ്ഞത് നിവർത്തിക്കാത്തതുകൊണ്ടാ എന്ന് പറഞ്ഞാൽ ആരെ കൊണ്ട്? അബ്രഹാം 25 വർഷം കഴിഞ്ഞിട്ടും 99 വയസ്സായിട്ടും അബ്രഹാമെ എന്ന് വിളിച്ചപ്പോൾ ആടിയനിതാ എന്ന് പറഞ്ഞ് കവിണ്ണു വീണ് ദൈവത്തെ നമസ്കരിക്കുന്ന മനുഷ്യൻ. ഒരു കാര്യവും നടന്നില്ല എന്ന് മാത്രമല്ല, താൻ കടന്നുപോയി സഖ്യതയ്ക്കായി അപേക്ഷിച്ച രാജാവ് തന്നെ ആട്ടിപ്പായിക്ക് ഒരു ഭ്രാന്തനെ പോലെ അതെ പുറത്തു വരികയും ചെയ്തപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ ഇരിക്കും എന്ന് പറഞ്ഞ ദാവീദ് ദൈവത്തിന്റെ സാക്ഷികളുടെ കൂട്ടത്തിലുണ്ട്. അവരുടെ ജീവിതത്തിന്റെ തീവ്രമായ വേദനയിലും അവർക്ക് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാൻ കഴിയും. അവർ സിംഹാസനത്തിൽ ആയപ്പോൾ മാത്രമല്ല, അവരുടെ സിംഹാസനം നഷ്ടപ്പെട്ടപ്പോഴും അല്ല, ആ വാഗ്ദാനം ഒരിക്കലും ഇനി നിറവേറത്തില്ല എന്നവർക്ക് വ്യക്തമായ ബോധ്യമുണ്ടായപ്പോഴും ദൈവവുമായുള്ള ബന്ധത്തിൽ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വത്തിന് അവരൊരു കുറവും വരുത്തി. സങ്കീർത്തനക്കാരൻ അതുകൊണ്ടാണ് പറയുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നമ്മുടെ ദൈവം ഏത് തകർച്ചയിലും നമ്മളോട് സമീപസ്ഥനാ. നമ്മൾ സമീപസ്ഥനാണോ എന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ അവൻ അവൈലബിൾ ആണോ, അതോ നമ്മൾ അകന്നു മാറുകയാണോ? നമ്മുടെ ജീവിതത്തിൽ അകാരണമെന്നും അയോഗ്യമായും അതേ ഉത്തരം കിട്ടാത്തതുമായ ജീവിത സാഹചര്യങ്ങൾ ദൈവത്തോട് അടുക്കാനാണോ നമുക്ക് കാരണമാകുന്നത്, അതോ ദൈവത്തിൽ നിന്ന് അകന്നു പോകാനാണോ കാരണമാകുന്നത്? അത് നമ്മുടെ തെറ്റിദ്ധാരണകളാണോ ക്രിസ്തീയ ജീവിതത്തിന്റെ ആധാരം? കേട്ടുകേൾവിയാണോ, അതോ നമ്മുടെ തന്നെ ചില സ്വപ്നങ്ങളാണോ, അതോ വചനത്തിന്റെ ആധാരമാണോ എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. വചനമാണ് നമുക്ക് ആധാരമായിരിക്കുന്നെങ്കിൽ നമ്മൾ വ്യക്തമായ ഒരു ജീവിതപാഠം പഠിച്ചിരിക്കണം. നമ്മൾ നേരെയുള്ളവരായി ജീവിക്കുന്നതുകൊണ്ട് വേദനയിൽ നിന്ന് ഒഴിവാകുന്നില്ല, കഷ്ടതയിൽ നിന്ന് ഒഴിവാകുന്നില്ല, അപമാനത്തിൽ നിന്ന് ഒഴിവാകുന്നില്ല, അതെ ക്ലേശങ്ങളിൽ നിന്ന് ഒഴിവാകുന്നില്ല, രോഗങ്ങളിൽ നിന്ന് ഒഴിവാകുന്നില്ല. ഈ ലോക ജീവിതത്തിൽ ഏതു വഴിയിലൂടെയും ഏതു സമയത്തും നമ്മളെ കടത്തിവിടുവാൻ ദൈവത്തിന് പൂർണ്ണ അധികാരമുണ്ട്. രണ്ട് ലൈഫ് ലെസൺസ് ഒന്നാം പാഠത്തിൽ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. ജീവിതത്തിന്റെ ഏത് പ്രയാസവേളയിലും നമുക്ക് വീണു വണങ്ങി ദൈവത്തെ നമസ്കരിപ്പാൻ കഴിയും. ഇത് നമ്മളുടെ മനസ്സിൽ ജീവിത പാഠം ഒടുവിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ലൈഫ് ലെസൺസ് വീണ്ടും ഓർത്ത് നമ്മൾ അതിനെ കൺക്ലൂഡ് ചെയ്യും. നമ്മുടെ ഓരോ ഭാഗം പഠിച്ചു പോകുന്നു. അപ്പൊ ലാസ്റ്റിൽ, എന്നാൽ ഇപ്പൊ എന്റെ ഹൃദയത്തിൽ തോന്നി ഈ രണ്ട് കാര്യങ്ങൾ ഇത് പഠിച്ചിരിക്കുമ്പോൾ തന്നെ ഓർപ്പിക്കുന്നത് നന്നായിരിക്കുമെന്ന്. അങ്ങനെ അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പം എന്ത് സംഭവിക്കുക ചോദിച്ചാൽ, സാത്താന് തന്റെ മിഷൻ വീണ്ടും എന്ത് ചെയ്യാണ്? താൻ എന്തിനു വേണ്ടി പോവുകയാണെന്നറിയാവോ? യോബിന്റെ അതാണ് ആ ഭക്തി വിശ്വാസയോഗ്യമല്ല, അതിനെ ഒന്ന് അപകീർത്തിപ്പെടുത്താനുള്ള അടുത്ത ദൗത്യമായി എവിടെ ചെല്ലുകയാണ്? ഹെവൻലി കോർട്ട് റൂമിലേക്ക്, സ്വർഗീയ കോടതി മുറിയിലേക്ക്, അല്ലെ സ്വർഗത്തിലെ മീറ്റിംഗ് കൂടുന്നിടത്തേക്ക് തിരിച്ചു വരികയാണ്. ഒന്നാമത്തെ തന്റെ മിഷൻ ഫെയിലായി.
ഒന്നാമത്തെ തന്റെ ദൗത്യം അമ്പയെ പരാജയപ്പെട്ടു. അതാണ് 1-ാം അധ്യായം അവസാന വാക്യം പറയുന്നത്. ഈ എന്തുവാണ്? ഇതിലൊന്നിലും ഇയ്യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം അല്ലെങ്കിൽ ദൈവത്തെ കുറ്റമാരോപിക്കുകയോ ചെയ്യും. നമ്മുടെ ഇതിനകത്ത് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഭോഷത്വം എന്നാണ് ഉദ്ദേശിക്കുന്നതിന്റെ അർത്ഥം. ദൈവത്തിന് മേൽ കുറ്റം ആരോപിച്ചില്ല. അപ്പം ആര് ആണ് വിജയിച്ചത്? സാത്താന്റെ ഒന്നാമത്തെ മിഷനിൽ, ചലഞ്ചിൽ ആര് വിജയിച്ചു? ദൈവം തന്നെ വിജയിച്ചു. സാത്താൻ പരാജയപ്പെടുന്നു. അന്തികയാണ് അടുത്ത മിഷനുമായി ചെല്ലുകയാണ്. പിന്നെയും ഒരു ദിവസം, 2-ാം അധ്യായം 1-ാം വാക്യം, പിന്നെയും ഒരു ദിവസം ദേവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. സാത്താനും അവരുടെ കൂട്ടത്തിൽ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. ഇവിടെ ദേവപുത്രന്മാർ ഉദ്ദേശിക്കുന്ന ഏഞ്ചൽസിനെയാണ്. ഒരു ആ ദൂത സഞ്ചയത്തെയാണ്. അപ്പം എന്ത് സംഭവിക്കുന്നു? ആ ഹെവൻലി കോർട്ട് റൂമിലേക്ക് സാത്താൻ തന്റെ 2-ാം ഭാഗം ദൗത്യവുമായി ചെല്ലുകയാണ്. എന്തിനു വേണ്ടിയാ? യോബിന്റെ ഭക്തിയെ ഒന്ന് അപകീർത്തിപ്പെടുത്തണം, അത് വിശ്വാസയോഗ്യമല്ല എന്ന് തെളിയിക്കണം. അതിന് വീണ്ടും ചെല്ലുന്ന ഭാഗമാണ് 2-ാം അധ്യായം. അപ്പം വീണ്ടും അതേ വാക്കുകൾ, ചോദ്യങ്ങൾ. യഹോവ സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട് ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യഹോവ സാത്താനോട് എന്റെ ദാസനായ യോബിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷമിട്ടവനും ഭൂമിയിൽ ആരുമില്ലല്ലോ. ഒരു കാര്യം നമുക്ക് മനസ്സിലായിരുന്നു, എത്ര പ്രാവശ്യവും നമ്മുടെ സാക്ഷ്യം ആവർത്തിക്കുന്ന ദൈവത്തിനൊരു മടിയും. എത്ര പ്രാവശ്യം നമ്മളെ കർത്താവിനതൊരു അഭിമാനമാണ്, തന്റെ ഭക്തന്മാർ നേരോടെ ജീവിക്കുന്നത്, ദോഷം വിട്ടകലുന്നത്, ദൈവഭക്തിയോടെ ജീവിക്കുന്നത്, എന്താ പറയണ്ടേ, നിഷ്കളങ്കരായി ജീവിക്കുന്ന ആ ജീവിതം എത്ര പ്രാവശ്യം പറയണേലും പറയുവാൻ ദൈവം മതിയായവനാ. ദൈവം വീണ്ടും യോബിന്റെ സാക്ഷ്യം അവിടെ വെളിപ്പെടുത്തുന്നു. അപ്പൊ പറഞ്ഞു, ഭൂമിയിൽ ആരുമില്ലല്ലോ, അവൻ തന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു. വെറുതെ. ഈ വാക്യം വളരെ പ്രസക്തമായ ഒരു വാക്യമാണ് യോബിന്റെ പുസ്തകത്തില്. നമ്മളത് വളരെ വ്യക്തമായി മനസ്സിലാക്കണം. വെറുതെ. 2-ാം അധ്യായം 3-ന്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗമാണ് വായിക്കുന്നത്. വെറുതെ അവനെ നശിപ്പിക്കേണ്ടതിന് നീ എന്നെ സമ്മതിപ്പിച്ചു എന്ന് അരുളി ചെയ്തു. എന്നതിന്റെ അർത്ഥം എന്തോ? വിത്തൗട്ട് എനി കോസ്, ഒരു കാരണവും കൂടാതെ അവനെ നശിപ്പിക്കാൻ നീ എന്നെ സമ്മതിപ്പിച്ചു, അല്ലെങ്കിൽ ദൈവത്തോട് ചലഞ്ച് ചെയ്തു. അവന്റെ ഭക്തി, ദൈവമേ നീ വിചാരിക്കുന്ന പോലെ ഒരു നിഷ്കളങ്ക ഭക്തിയൊന്നും അല്ല. ഇതിനകത്തൊക്കെ സമ്പത്തും, ഇതിനകത്തൊക്കെ പ്രശസ്തിയും, ഇതിനകത്തൊക്കെ സ്ഥാനവും മാനവും സുരക്ഷിതത്വവും സൗഖ്യവും കുഞ്ഞുങ്ങളും അവരുടെ പെരുപ്പവും ദാസന്മാരും വീടും വീട്ടുകാരും എല്ലാം ചേർന്ന ഭക്തിയാണെന്നേ. ഇതെല്ലാം കൂടെ കൂടി കലർന്ന് കിടക്കുകയാണെന്നേ. അതിനെ ഞാൻ വേർതിരിച്ച് കാണിക്കാം എന്നുള്ള ചലഞ്ചോടെ നീ വന്നത് കൊണ്ടാ ഞാൻ അതിന് സമ്മതം. പക്ഷെ ഒരു കാര്യം, വിത്തൗട്ട് എനി കോസ്. ഈ വാക്യം മറന്നുകൊണ്ട് യോബിന്റെ പുസ്തകം പഠിക്കാനേ പാടില്ല. പക്ഷെ ഇത് യോബിനും അറിയത്തില്ല, യോബിന്റെ സ്നേഹിതന്മാർക്കും അറിയത്തില്ല. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മളെ ദൈവം നടത്തുമ്പോൾ നമുക്കും അറിയത്തില്ല, നമ്മുടെ സ്നേഹിതന്മാർക്കും വെളിപ്പെടുത്തത്തില്ല. എന്താണെന്നറിയോ? നമ്മൾ വേദനയുടെ നടുവിൽ ദൈവത്തെ വർഷിപ്പ് ചെയ്യുമെന്ന് ദൈവത്തിന് അറിയണം. നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ നമ്മുടെ നേരുള്ള ജീവിതം, അതെ, ഞങ്ങളെ ശോധനയിലൂടെ കടത്തിവിടത്തുള്ള തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് മാറണം. പിന്നെ സ്നേഹിതരാരെന്ന് വെളിപ്പെടണം. അതുകൊണ്ട് ദൈവം കാരണങ്ങൾ വെറുതെ ആണെന്നുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ ആ കാലഘട്ടത്തിൽ ആർക്കും വെളിപ്പെടുത്തിയില്ല. സോ വിത്തൗട്ട് എനി കോസ്, ഒരു കാരണവുമില്ലാതെ നീ എന്നെ ഈ തീരുമാനത്തിലേക്ക് നയിച്ചു, എനിക്ക് നിനക്ക് സമ്മതം തരേണ്ട വന്നു. വെറുതെ, ഒരു കാരണവും കൂടാതെ, ഒരു കാരണവും കൂടാതെ എന്ന് പറയുമ്പോൾ അത് എന്തൊരു പെയിൻഫുള്ളാ, അതൊരു എന്തൊരു അഗ്നിയാ,
എന്തൊരു പ്രാണവേദനയാണ് സാത്താൻ യഹോവയോട്. അപ്പൊ തന്റെ അടുത്ത മിഷൻ എന്തോ ചോദിച്ചാൽ, if Job's wealth and family couldn't break him, perhaps his body will. അവന്റെ കുടുംബത്തിന്റെ നഷ്ടവും സമ്പത്തിന്റെ നഷ്ടവും അവനെ തകർത്തിട്ടില്ല എങ്കിൽ അവന്റെ ശരീരത്തെ തൊട്ടാൽ അവനെ തകർക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാനിങ്ങനെ എഴുതി വെച്ചു, ഹെൽത്ത് ആഫ്റ്റർ വെൽത്ത്. വെൽത്തെ തൊട്ട് കഴിഞ്ഞപ്പോ ഇനി ഹെൽത്തിനെ തൊടുക. വെൽത്ത് തൊട്ടിട്ട് ഇളകുന്നില്ല, ഇനി ഹെൽത്ത് തൊടുക, ആരോഗ്യം. അതുകൊണ്ടാ പറയുന്നേ, ത്വക്കിനു പകരം ത്വക്ക്. മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തന്റെ ജീവന് പകരം കൊടുത്തു കളയും. നിന്റെ കൈ നീട്ടി അവന്റെ അസ്ഥിയും മാംസവും ഒന്ന് തൊടുക. അവൻ നിന്നെ, യോബ് ദൈവത്തെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയും എന്ന് ഉത്തരം പറഞ്ഞു. യഹോവ സാത്താനോട്, ഇതാ അവൻ നിന്റെ കയ്യിലിരിക്കുന്നു, അവന്റെ പ്രാണനെ മാത്രം തൊടരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ട് ഇയ്യോബിനെ ഉള്ളംകാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു. അവനൊരു ഓട്ടിൻ കഷ്ണം എടുത്ത് തന്നെത്താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിലിരുന്നു. അപ്പൊ ദൈവം ഒരു ലിമിറ്റ് വെച്ചു. ഗോഡ് സെറ്റ് എ ലിമിറ്റ്. യു മസ്റ്റ് സ്പെയർ ഹിസ് ലൈഫ്. അവന്റെ പ്രാണനെ തൊടല്ലേ. ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമ്മള് വളരെ ഹൃദയഭേദകമാണ്. ഇതെല്ലാം നടക്കുമ്പോൾ ഒരു മനുഷ്യൻ ഇതൊന്നും അറിയാതെ തന്റെ ഒരു ആയുസ് മുഴുവനും ദൈവത്തിന് കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ആയുസ്സാണ് ദൈവം തൊടുന്നത്.